ആലപ്പുഴയിൽ ഭീതി പരത്തി വീണ്ടും കുറുവ കവർച്ചാ സംഘമെത്തി. കോമളപുരത്തെ 2 വീടുകളിൽ കവർച്ചയും 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നു. മോഷ്ടാക്കൾ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണഞ്ചേരി പഞ്ചായത്ത് 12-ാം വാർഡ് കോമളപുരം മാളിയേക്കൽ കുഞ്ഞുമോന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയ കവർച്ചാ സംഘത്തിന്റെ ദൃശ്യങ്ങളാണിത്. വാതിൽ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദുവിന്റെ മാല വലിച്ചു പൊട്ടിച്ചു. വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് പൊളിച്ച വാതിലിലൂടെ തിരികെ ഇറങ്ങി ഓടി. വീടിന് പിന്നിലൂടെ ഓടിയ മോഷ്ടാവ് അയൽപക്കത്തെ ഗേറ്റ് ചാടിക്കടന്ന് ഇരുളിൽ മറഞ്ഞു. മോഷ്ടാവിന്റെ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത 2 വീടുകളിലും സമാന രീതിയിൽ മോഷണ ശ്രമം നടന്നു. നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഇവിടെ എന്തോ കഴുത്തിൻ്റെ ഇവിടെ എന്തോ ഒരു ടിക്കുന്നൊരു ശബ്ദം, അത് മാത്രമേ അറിയത്തുള്ളൂ. അത് സ്വപ്നത്തിലാണെന്നാണ് എൻ്റെ മനസ്സിൽ. പെട്ടെന്ന് എൻ്റെ മാല വലിയുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഇതുണ്ടായത്. അന്നേരം പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേക്കുമായിരുന്നു. എഴുന്നേറ്റിട്ട് എനിക്ക് ഒച്ച വരുന്നില്ല വെളിയിലേക്ക്. 2 ആഴ്ച മുമ്പും മണ്ണഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കുറുവ സംഘം എത്തിയിരുന്നു. അർദ്ധനഗ്നരായി ശരീരത്തിൽ എണ്ണ തേച്ച് മാരകായുധങ്ങളുമായി എത്തിയ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ എത്തിയതും അതേ സംഘമാണെന്ന സംശയം പോലീസിനുണ്ട്. അന്വേഷണത്തിലൂടെ ഇവരെ കണ്ടെത്തിയെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പോകുമ്പോഴേ. അതോടൊപ്പം തന്നെ വീടുകളുടെ സുരക്ഷിതത്തെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആ ടീം തന്നെയാണോ ഇവരെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് പ്രത്യക്ഷത്തിൽ അത് തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലും കോമളപുരം ടാറ്റാവെളിക്ക് സമീപമുള്ള വീടുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടാൽ വിവരമറിയിക്കണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. ജനം, ആലപ്പുഴ.